ഹരിച്ചേട്ടാ, ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കോമ്പറ്റീഷന്റെ സമയത്തൊക്കെ കവിതയൊക്കെ ഹരിച്ചേട്ടൻ ഞാൻ പാടുമായിരുന്നു. എന്നിട്ട് അച്ഛന്റെ ക്ലാസ്സുകളിൽ അച്ഛൻ ഈ പറഞ്ഞ കർണാട്ടിക് മ്യൂസിക് ആയിരുന്നു അച്ഛൻ പഠിപ്പിക്കുന്നത്. പക്ഷെ അച്ഛൻ പഠിപ്പിക്കുമ്പം കൊച്ചു കുട്ടികൾ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ്. അപ്പൊ ഈ കുട്ടികൾക്ക് ഈ ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞ് കുറെ സ്വരവും ജണ്ടവരിശയൊക്കെ പഠിപ്പിക്കുമ്പോ ഇവർക്ക് ഹെവിയാ. അത്ര ചെറിയ പ്രായത്തിലല്ലേ വരുന്നത്. അപ്പം ഇപ്പൊ സപ്തസ്വരത്തിൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് പിന്നെ ആ ക്ലാസ്സിന്റെ ഒരു സെക്കൻഡ് ഹാഫ്, അതൊരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ പഠിപ്പിക്കുന്ന അച്ഛൻ കവിതകളാണ്. അതാണ് പിള്ളേർക്കും അവരുടെ പേരൻസിനും ഒക്കെ കൂടുതൽ ഇഷ്ടം. കാരണം ആ കുട്ടികൾക്ക് പിന്നെ സ്കൂളിൽ പോയി അവർക്കൊരു 2 വരി മോനെ പാടുന്നു പറയുമ്പോഴത്തേക്കും സരി ഗ മ പ എന്ന് പറഞ്ഞ് പാടാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സമയത്ത് അവര് ഈ കവിതകളാണ് പാടുന്നത്. അപ്പൊ എന്റെ അച്ഛൻ ചെറുതായിട്ട് ട്യൂൺ ചെയ്യുമായിരുന്നു ഒരു കവിത എടുത്തിട്ട്. ഇപ്പം ഒറ്റയ്ക്കോരോ മനത്താമരപ്പൈങ്കിളി ചുറ്റിപ്പറന്നു കേഴുന്നു, താണുമുയർന്നും കറങ്ങിയും താഴത്തു വീണും പിടഞ്ഞു കേഴുന്നു, വീണും പിടഞ്ഞു കേഴുന്നു. ഇതേ ട്യൂൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും. അപ്പം ഞാൻ എന്റെ കൊച്ചിയിൽ ഇതൊക്കെ കേൾക്കുമായിരുന്നു, അച്ഛൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന കവിതകൾ. ഈ കവിതകളാണ് ഞാൻ എന്റെ കോമ്പറ്റീഷന് പോയി പിന്നെ പാടുന്നത്. അപ്പം അതാണ് എനിക്കും കവിതയായിട്ടുള്ള ഒരേ ഒരു ബന്ധം. എന്റെ അച്ഛന്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. ഞാൻ അതുപോലെ പല കോമ്പറ്റീഷൻസിന് ഈ പാട്ടിലൊക്കെ പോയി പാടിയിട്ടുണ്ട്. അതുപോലെ ശരത് സർ, ഷാനിക്ക, ഇപ്പൊ നമ്മള് ഫിൽമി കവിത റൗണ്ട് ആണല്ലോ. അപ്പൊ സിനിമയില് ഈ കവിതകൾ വളരെ കുറവാണ്, പക്ഷെ പക്ഷെ എന്നാൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാ സിനിമയില് കവിതകൾ വരുന്നത്? ഇപ്പൊ ഈ പാട്ടുകൾ ഇപ്പൊ നമ്മുടെ സിനിമാ പാട്ടുകൾ എടുത്താലും എടുത്ത് നോക്കുമ്പോൾ അതിൽ എത്രയോ പാട്ടുകൾ സാധാരണ നമ്മൾ കേട്ടത് കവിതകളാണ്. കവിത തുളുമ്പുന്ന എത്രയോ പാട്ടുകൾ, നമ്മുടെ മലയാള പാട്ടുകൾ പഴയതെടുത്താൽ മതി, എല്ലാം കവിതകളാണ്. അത് ഒന്നാം തരം കവിതകളാണ്. ഭാസ്കര മാഷും നമ്മളെ വയലാർ സാറൊക്കെ എഴുതി പിടിപ്പിച്ചേക്കുന്നത്. ഒരു നിവൃത്തിയില്ല. അത് തമ്പി സാറ് കവിതയ്ക്കൊരു ഭംഗിയുണ്ട്. കവിതയ്ക്ക് അതിനകത്തൊരു എന്താ പറയണ്ട, ഒരു ഐറ്റം ഉണ്ട്. അതില്ലാത്ത കുറെ പാട്ടുകളുണ്ട് മലയാള സിനിമയിൽ തന്നെ, എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് നമ്മുടെ സാധാരണ പാട്ടുകൾ. ഇപ്പൊ നമുക്ക് തന്നെ എത്രയോ കവികളുണ്ട് ഇപ്പോ. അപ്പൊ അത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇപ്പൊ ഡിമാൻഡ് ചെയ്യുന്നില്ല. അതല്ല, അതിനൊത്ര ക്ഷമയില്ല ജനങ്ങൾ. അതാണ് പ്രധാനം. ക്ഷമയില്ല. ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്നുണ്ട്. അപ്പൊ അതില് ഇങ്ങനെ ഒരു അസുഖം ബാധിച്ച് ഇങ്ങനെ ഫൈനൽ ഡേയ്സ് കൗണ്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി, ഡയറക്ടർ ഫെബി എന്നോട് പറഞ്ഞു, ഷാനിക്ക ഇവിടെ നമുക്കൊരു കവിതയാവാം. അപ്പൊ ഞാൻ ടെൻഷനായിന്നല്ല, എനിക്ക് ആക്ച്വലി സന്തോഷമായി. കാരണം ഇങ്ങനത്തെ ആവശ്യങ്ങൾ കൊണ്ടുവരുന്ന ഡയറക്ടേഴ്സ് ഭയങ്കര കുറവാണ്. കാരണം എല്ലാരും അടിച്ചുപൊളി പാട്ട് വേണം, അല്ലെങ്കിൽ മാസ് പെട്ടെന്ന് ഓൺ ദ ഫ്ലോർ ബേബി ഹിറ്റ് ഇറ്റ് ഹാർഡ് ബേബി റോക്ക് ദ പാർട്ടി ബേബി പറ്റൂലെങ്കിൽ പോടി. ഞാൻ ഇവനോട് പറഞ്ഞു, നീ കാര്യമായിട്ടാണ് ചോദിക്കണതെന്നാണ്. അപ്പൊ അവൻ പറഞ്ഞു അവിടെ, അതായത് ഇപ്പൊ സണ്ണിയും സൈജക്കുറിപ്പും കൂടെ ഒരു കള്ള് ഷാപ്പിൽ പോയി ഇരിക്കുമ്പോൾ ആ കള്ള് ഷാപ്പ് ഓണറിന്റെ മകളാണ് ഈ കുട്ടി. അപ്പൊ ഈ കുട്ടി അവിടെ ഇരുന്നിട്ട് എന്തോ ചിത്രം വരയ്ക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയോട് ചൊല്ലാൻ പറയുമ്പോൾ ആ കുട്ടി പാടുന്ന ഒരു പാട്ട്, അപ്പൊ അത് ഈ പറഞ്ഞ പോലെ റിലേറ്റബിൾ ആവും വേണം. ഇറ്റ് ഷുഡ് മേക്ക് സെൻസ്. വെറുതെ അങ്ങനെ ഒരു കവിത അങ്ങനെ. അപ്പൊ അങ്ങനെ ഇക്ബാൽ കുറ്റിപ്പുറം പുള്ളി ഇതുപോലെ കുറെ എഴുതും കവിതകൾ. അപ്പൊ പുള്ളി എഴുതിയ ഒരു കവിതയാണ് ഞാൻ ട്യൂൺ ചെയ്ത ആ പാട്ടിനകത്ത് ഇട്ടിരിക്കണേ. കാറ്റിലാടും നേർത്തുലയും ജീവനാളമേ. മീൻസ് ലൈക്ക് ഒരു ഫൈനൽ ഡേയ്സിന്റെ ഒരു ഇതാക്കുന്ന ഒരു സംഭവം. അപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു സംഭവമാണ്. ആദ്യമായിട്ട് ഒരു കവിത ട്യൂൺ ചെയ്തത്. അങ്ങനെ ഒരു കവിതയും ചെയ്യാൻ പറ്റി.